ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷെയ്ൻ നിഗം നായകനായി നവാഗതനായ ഉണ്ണി ശിവലക്കം തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഇന്ന് സെപ്റ്റംബർ 26 വെള്ളിയാഴ്ച തമിഴിലും മലയാളത്തിലുമായി തിയേറ്ററിലെത്തിയ സിനിമയാണ് ബാൾട്ടി. ഒരു സ്പോർട്സ് ആക്ഷൻ ത്രില്ലർ ഡ്രാമ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയിൽ ശാന്തനു ഭാഗ്യരാജ്, പ്രീതി അസറാണി, അൽഫോൺസ് പുത്രൻ, സെൽവരാഘവൻ എന്നിങ്ങനെയാണ് താരങ്ങൾ. RDX എന്ന വിജയ ചിത്രത്തിന് ശേഷം ഷെയ്ൻ നിഗം തമിഴിലും മലയാളത്തിലുമായി ഒട്ടനവധി സിനിമകൾ വന്നെങ്കിലും ആ സിനിമകൾക്കൊന്നും തന്നെ വിജയം വരിക്കാനായിട്ടില്ല. എന്നാൽ ഇന്ന് തിയേറ്ററിലെത്തിയിരിക്കുന്ന ബൾട്ടി എന്ന സിനിമയ്ക്ക് മികച്ച അഭിപ്രായമാണ് എല്ലാ മേഖലയിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു നവാഗത സംവിധായകൻ എന്ന യാതൊരുവിധ ഭാവപ്പകർച്ചയുമില്ലാതെ ഉണ്ണി ശിവലിംഗത്തിന് ഈ സിനിമ മികച്ച രീതിയിൽ മേക്ക് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ആദ്യ പ്ലസ് പോയിന്റ്. ആദ്യ അവസാനം നിറഞ്ഞു നിൽക്കുന്ന ഷെയ്ൻ നിഗം എന്ന നടന്റെ പെർഫോമൻസ് പ്രധാന ഘടകമാണ്. അലസ്യ പുളിക്കന്റെ ക്യാമറ, ശിവകുമാർ പണിക്കരുടെ എഡിറ്റിംഗ്, അതുപോലെ സംഗീത സംവിധാനം നിർവഹിച്ച സായ് അഭ്യങ്കാർ, അങ്ങനെ എല്ലാ ഘടകങ്ങളും കൂടി ഒത്തുചേർന്നപ്പോൾ മികച്ചൊരു സിനിമയായി ബൾട്ടി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് പൊതു അഭിപ്രായം രൂപപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ പ്രീ സെയിലിലും ഇന്ന് രാവിലെയും ഒക്കെ ശോകമായിരുന്ന ഈ സിനിമ നിലവിൽ പോസിറ്റീവ് അഭിപ്രായം നേടിയതോടെ ബുക്ക് മൈ ഷോയിൽ 1200 ടിക്കറ്റുകൾ മണിക്കൂറിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരത്തോടെ ഈ സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് വീണ്ടും വർദ്ധിക്കാനാണ് സാധ്യത. അതേസമയം ഓണർ റിലീസായി ഓഗസ്റ്റ് 28 തിയേറ്ററിലെത്തി വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് ഇപ്പോഴും മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ 5ാമത്തെ വെള്ളിയാഴ്ച കൂടിയായ 30ാം ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. നിലവിൽ 5ാം വാരത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ സിനിമയ്ക്ക് ഇപ്പോൾ കേരളത്തിൽ 275 സ്ക്രീനുകളാണ് നിലവിലുള്ളത്. 29ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ചയും ഈ സിനിമയ്ക്ക് കേരളത്തിൽ 1ാം സ്ഥാനം തന്നെയായിരുന്നു. ഇന്നലെ ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 65 ലക്ഷം രൂപയാണ്. 107,97 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ 29 ദിവസത്തെ കേരള കളക്ഷൻ. 29 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി ഈ സിനിമ 282,50 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത കരം എന്ന സിനിമ ഇന്നലെ സെപ്റ്റംബർ 25 വ്യാഴാഴ്ചയാണ് തിയേറ്ററിലെത്തിയത്. നോബൽ ബാബു തോമസ് തിരക്കഥ എഴുതിയ ഈ സിനിമ മിക്സഡ് അഭിപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നത്. ഈ സിനിമയുടെ ആദ്യ ദിവസമായ ഇന്നലെ വ്യാഴാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 55 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 95 ലക്ഷം റേഞ്ചിലുമാണ്. മോഹൻലാൽ നായകനായി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഹൃദയപൂർവ്വം എന്ന സിനിമ ലോക സിനിമയ്ക്ക് ഓണർ റിലീസായി ക്ലാഷ് റിലീസായി തിയേറ്ററിലെത്തുകയായിരുന്നു. ഫൈനൽ റണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞ ഈ സിനിമ 29ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 6,80,000 രൂപയാണ് കളക്ട് ചെയ്തത്. ടോട്ടൽ 41,89 ലക്ഷം രൂപയാണ് 29 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷനായി 76,50 ലക്ഷം പ്രതീക്ഷിക്കുന്ന ഈ സിനിമയുടെ OTT സ്ട്രീമിംഗ് ഇന്നലെ രാത്രി 12 മണിയോടെ ജിയോ ഹോട്ട്സ്റ്റാർ വഴി പൂർത്തിയാക്കുകയുണ്ടായി. ആസിഫ് അലി നായകനായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 19 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് മിറാജ്. ഈ സിനിമ ഇന്നലെ കേരളത്തിൽ 23,50,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 7 ദിവസം കൊണ്ട് 4,63 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. 7 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 6,50 ലക്ഷം റേഞ്ചിലാണ്. മുഹാഷിൻ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 19 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് വള. ലുക്മാൻ അവറാൻ, ധ്യാൻ ശ്രീനിവാസൻ, വിജയരാഘവൻ, ശാന്തികൃഷ്ണ, രവീണ രവി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ 7ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കേരള കളക്ഷനായി 5,30,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ 7 ദിവസം കൊണ്ട് 90 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. 1,25 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. കൂടുതൽ സിനിമകളുടെ ഏറ്റവും പുതിയ കളക്ഷൻ വിവരങ്ങളുമായി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.